ചൈനയിലെ വൻമതിൽ ബഹിരാകാശത്ത് നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്ന് ഒരു പ്രചാരണമുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. ശാസ്ത്രജ്ഞരും ബഹിരാകാശ യാത്രികരും ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ന് ചൈനയിലെ വൻമതിൽ ഒരു പ്രതിരോധ കോട്ടയല്ല, മറിച്ച് കോടിക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഭാരതത്തിലെ കോട്ടമതിലുകൾ പോലെ തന്നെ ചൈനയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചൈനയിലെ വൻമതിൽ. കേവലം ഒരു പ്രതിരോധ മതിൽ എന്നതിലുപരി ചൈനയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആധുനിക ചൈന രൂപീകൃതമായപ്പോൾ വൻമതിൽ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറി. മാവോ സേതുങ് പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട്: വൻമതിലിൽ കയറാത്തവൻ ഒരു യഥാർത്ഥ നായകനല്ല. ഇത് ചൈനീസ് ജനതയുടെ കഠിനാധ്വാനത്തെയും ദേശസ്നേഹത്തെയും ഉണർത്താൻ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു. ചൈനീസ് ജനതയുടെ ഒത്തുചേരലിന്റെയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അവരുടെ കരുത്തിന്റെയും പ്രതീകമാണ് വൻമതിൽ. ചൈനയുടെ ദേശീയ ഗാനത്തിൽ പോലും ഈ മതിലിനെക്കുറിച്ച് പരാമർശമുണ്ട്. നൂറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് സൈനികരും കർഷകരും തടവുകാരും ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. കഠിനമായ സാഹചര്യങ്ങളിൽ പണിയെടുത്ത പലരും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അതിനാൽ ചൈനീസ് സംസ്കാരത്തിൽ ഇത് പൂർവികരുടെ ത്യാഗത്തിന്റെയും അചഞ്ചലമായ കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ്. ചൈനീസ് നാടോടി കഥകളിലും കവിതകളിലും ചിത്രകലയിലും വൻമതിൽ ഒരു പ്രധാന പ്രമേയമാണ്. ഇതിലേറ്റവും പ്രശസ്തമാണ് മെങ് ജിയാങ്നുവിന്റെ കണ്ണീർ എന്ന സാംസ്കാരിക കഥ. വൻമതിൽ നിർമ്മാണത്തിനിടയിൽ മരണപ്പെട്ട ഭർത്താവിനെ ഓർത്ത് കരഞ്ഞ ഒരു സ്ത്രീയുടെ കണ്ണീരിൽ മതിൽ തകർന്നു വീണു എന്നാണ് കഥ. വൻമതിൽ നിർമ്മാണത്തിന്റെ ക്രൂരതയും ജനങ്ങളുടെ വേദനയും വിളിച്ചോതുന്നതാണ് ഈ കഥ.